മോൻ ഹാപ്പിയാണോ? ബിബി മോനോ? എനിക്ക് തന്നെ ഒരു ഐഡന്റിറ്റി വന്നതാ ഒരൊറ്റ സിനിമ. ആ തന്നെയാ വേണ്ട. റിയാദിലെ നല്ലൊരു കാലയളവ് അവിടെ തന്നെയായിരുന്നു. റിയാദിലൊരു ഡാൻസ് അക്കാഡമി ഉണ്ടായിരുന്നു. ഡാൻസ് അക്കാഡമി, ദർശന, ഭാവന. എന്നെ ക്ലാസ് എടുക്കാറ്. ഇപ്പോൾ ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. ഒരു 10 വർഷത്തോളം അത് അന്നത്തെ സാഹചര്യത്തിൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു അവിടെ അങ്ങനെ ക്ലാസ്സുകൾ നടത്താനും. ഇപ്പോഴേ കുറേ കൂടി ഓപ്പൺ അപ്പ് ഒക്കെ ആയത്. പിന്നെ തിരിച്ചു വന്നപ്പോഴും നമുക്ക് ഒരു ഇതിലേക്ക് എങ്ങനെ എത്തണം, ടോട്ടൽ വേറെ ഒരു സർപ്രൈസിങ് ആയിട്ട് തന്നെയാണിത്. ആദ്യത്തെ പടം ആസിഫ് അലിയുടെ അമ്മയായിട്ട് അതിലൊരു അഭിനയിക്കുന്നതിനുള്ള അവാർഡ് കിട്ടി അല്ലേ? മലയാള പുരസ്കാരം. നിങ്ങൾ തമ്മിൽ എങ്ങനെയാണ് പരിചയപ്പെട്ടത്? കേരള യൂണിവേഴ്സിറ്റിയിലെ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് തിരുവനന്തപുരത്ത് വരുമായിരുന്നു. കാണലൊന്നുമില്ല, കണ്ടിട്ടൊന്നുമില്ല, ദൂരെന്ന് കണ്ടിട്ടുള്ള ഒരു ഇഷ്ടംപോലെ കത്തുകൾ ഇപ്പോഴും ടൈറ്റിലുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 500-ൽ പരം കത്തുകൾ എൻ്റെ കയ്യിൽ ഇപ്പോഴും അതിരിക്കുന്നുണ്ട്. എത്ര വർഷം കൊണ്ട്? ഒരു 5 കൊല്ലം. വളരെ ഫ്രീഡം കൊടുത്തിട്ടുള്ള ഒരു പാരന്റിങ് ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളോട് അങ്ങോട്ട് ഡിസ്കസ് ചെയ്യാം, സജസ്റ്റ് ചെയ്യാം. നമ്മളെ അച്ഛനമ്മമാര് ഒരു ഗൈഡായിട്ട് പിന്നിലുണ്ടാവാൻ പാടില്ല. കുട്ടികളുടെ അടുത്തുനിന്ന് പഠിക്കാൻ നമുക്ക് വളരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരുപാടുണ്ട്. ഞാൻ ബ്രിട്ടീഷ് കൗൺസിലാണ് ജോലി എടുത്തിരുന്നത്. ബ്രിട്ടീഷ് കൗൺസിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു. വളണ്ടറി റിട്ടയർമെന്റ് എടുത്ത് ജോലിയിൽ നിന്ന് തിരിച്ചു വന്നു. അതെന്താ കാരണം വെച്ചാൽ പക്ഷെ അവരുടെ വളർച്ച കാണാനും അല്ലെങ്കിൽ ആ സമയത്ത് അത് പിന്നീട് നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടില്ല. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി. നമസ്കാരം, ലൈഫ് നെറ്റ് ടിവിയിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജു ഇബ്രാഹിം. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട, വളരെ പ്രിയപ്പെട്ട 2 ഗസ്റ്റാണ് നമ്മുടെ ഇപ്പോൾ ഉള്ളത്. ശ്രീ നീരജ രാജേന്ദ്രൻ ആൻഡ് രാജേന്ദ്രൻ. നമസ്കാരം. നമസ്കാരം. ഹാപ്പി അല്ലേ? എനിക്കൊന്ന് ആ ഒരു ഡയലോഗോടുകൂടി തന്നെ ഒരു സ്റ്റിക്കർ ആയിട്ടൊക്കെ എല്ലാവരുടെ ഫോണിൽ ഇപ്പം നിറഞ്ഞു അല്ലേ? അപ്പൊ എനിക്ക് തന്നെ ഒരു ഐഡന്റിറ്റി വന്നതാ ഒരൊറ്റ സിനിമ, ഒറ്റ ഡയലോഗിൽ നിന്നാണ്. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ആദ്യം തന്നെ ഷെയർ ചെയ്താലോ? എങ്ങനെയായിരുന്നു ആവേശത്തിലേക്ക് എത്തിപ്പെട്ടത്? ഞാൻ ജിതുവിൻ്റെ കൂടെ ഇതിനു മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫസ്റ്റ് സിനിമയിലേക്ക് വന്ന ആദ്യത്തെ പരസ്യം ജിതു മാധവൻ്റെ കൂടെയാണ്, ഫുഡ്മാ എന്ന് പറഞ്ഞിട്ടൊരു പരസ്യം. അപ്പോൾ 2016 അപ്പോൾ രോമാഞ്ചം വന്നപ്പോൾ ജിതു എന്നെ വിളിച്ചു ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയ്ക്ക് പോകാനായിട്ട്. അവിടെ ചെല്ലുമ്പോൾ തന്നെ പറഞ്ഞു ചേച്ചിക്കുള്ളത് വരുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ സമയമായപ്പോൾ ഞങ്ങൾക്ക് ഡയലോഗ് ഒന്നും പറയാമോ? രംഗമോൻ ഹാപ്പി അല്ലേ? ബിബി മോനോ? ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ടോ? ഞങ്ങൾക്ക് ഇപ്പോൾ പണ്ട് കാലത്ത് എല്ലാവരും ഫോൺ ചെയ്ത് കഴിഞ്ഞാലൊക്കെ പലപ്പോഴും എന്താ വിശേഷം എന്നൊക്കെ ചോദിക്കണതിന് പകരം ഇപ്പോൾ പൊതുവെ ചോദിച്ചോണ്ടിരിക്കണം ഹാപ്പി അല്ലേ ഫോൺ എടുത്തു കഴിഞ്ഞാൽ. എനിക്കൊന്ന് നിങ്ങളുടെ ഏജിലുള്ളവർ മാത്രമല്ല, ഈ ചെറുപ്പക്കാരും വളരെ ചെറിയ കുട്ടികൾ വരെ ഇതൊരു ഏറ്റെടുത്തു അല്ലേ? അപ്പൊ അത്രയും ഹിറ്റായ ഒരു ഡയലോഗ് എനിക്കൊന്ന് ഈ അടുത്ത് ഏറ്റവും കൂടുതൽ ഒരു അമ്മ മകൻ എന്നുള്ള ഒരു ഇത് ഇപ്പൊ സിനിമ സെറ്റിൽ ചെന്നാലും ഞാൻ അമ്മേനെ വിളിച്ചോട്ടെ, എന്നോട് ഇടയ്ക്കൊന്ന് ഹാപ്പി അല്ലേ എന്ന് ചോദിക്കണേ, ഇങ്ങനെ പറയുന്ന ഒരു കുറേ ഇപ്പം അതിനുശേഷം ചെയ്ത സിനിമയിലായാലും പരസ്യങ്ങളിലായാലും ചെല്ലുമ്പോൾ തന്നെ എല്ലാവരും അങ്ങനെ തന്നെയാണ്. അത് ശരി. ഇവൻ ഫോണിലല്ലാതെ ആരെങ്കിലും ഇതായാലും ഞാൻ അമ്മേ എന്ന് വിളിച്ചോട്ടെ. അപ്പൊ ഒരു ജനറൽ അമ്മയായി മാറി. കോമഡി ചെയ്യലായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. പക്ഷേ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് കൂടുതലും സീരിയസ് തന്നെയാട്ടോ. കോമഡി ഉള്ളത് ഉണ്ടെങ്കിൽ ഇനി വരുന്നതിലുണ്ട്. നിങ്ങൾ തമ്മിൽ എങ്ങനെയാണ് പരിചയപ്പെട്ടത്? ഞാൻ ആക്ച്വലി എൻ്റെ അച്ഛനൊരു ബാങ്കറായിരുന്നു. അപ്പോൾ കുട്ടിക്കാലത്ത് അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഇവിടുന്ന് 10th ഒക്കെ കഴിഞ്ഞിട്ട് ബോംബെക്ക് പോയിട്ട് പിന്നെ തിരിച്ച് ഞാൻ പഠിപ്പ് വീണ്ടും തുടങ്ങിയത് കറസ്പോണ്ടൻസൊക്കെ ആയിട്ട് തുടങ്ങിയിട്ട് കേരള യൂണിവേഴ്സിറ്റിയിലെ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് തിരുവനന്തപുരത്ത് വരുമായിരുന്നു. എൻ്റെ ചേച്ചിയുടെ വീട് ശരിക്കും പറഞ്ഞാൽ എൻ്റെ വല്യമ്മയുടെ മകള് ചേച്ചിയുടെ വീട് നിരജയുടെ വീടും നേരെ ഓപ്പോസിറ്റാണ്. അപ്പോൾ അങ്ങനെ അത് വളരെ കുട്ടിക്കാലത്ത് ഈ പറയണത് ഏതാ ഒരു 17-18 വയസ്സിലത്തെ കാര്യമായി പറയണത് കേട്ടോ. അപ്പൊ ആ സമയത്ത് കണ്ടിട്ട് അങ്ങനെ ഞങ്ങൾ ദൂരെന്ന് കണ്ടിട്ടുള്ള ഒരു ഇതായിരുന്നു. ഇഷ്ടംപോലെ കത്തുകൾ എഴുതിയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അന്യോന്റെ എനിക്ക് തോന്നുന്നു ഒരു 500-ൽ പരം കത്തുകൾ എൻ്റെ കയ്യിൽ ഇപ്പോഴും അതിരിക്കുന്നുണ്ട്. എത്ര വർഷം കൊണ്ട്? ഒരു 5 കൊല്ലം. 5 വർഷം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പിന്നീട് വീട്ടിൽ ഇത് അക്സെപ്റ്റ് ചെയ്തു. നിങ്ങൾക്ക് ലാസ്റ്റ് അച്ഛൻ
അത് നേരെ കൊണ്ടുവരിക ചെയ്തേ. അമ്മയുടെ അനിയത്തി അത് പ്രോപ്പർ കല്യാണം പോലെ കൊണ്ടുവന്നു. അല്ല, ഈ എഴുത്തൊക്കെ അയക്കുമ്പോ പിടിക്കില്ലേ? അതാ പറഞ്ഞ ഞാൻ വളരെ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. വീട്ടിലൊന്നും വന്നിട്ടില്ല, കത്ത് എൻ്റെ ഫ്രണ്ടിന്റെ വീട്ടിലാ വന്നത്. ഞങ്ങള് വളരെ ഇതൊക്കെ വളരെ ചെറുപ്പത്തിൽ തന്നെ കല്യാണം കഴിച്ചു. കല്യാണം കഴിക്കുന്ന സമയത്ത് എനിക്ക് 23.5 വയസ്സും തിരിഞ്ഞേക്ക് 21.5 വയസ്സും അത്രേ ആയിട്ടുള്ളൂ ഞങ്ങൾക്ക്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും സൗദിയിലാണ്. അപ്പോൾ പിന്നെ 30 ഇയേഴ്സ് പ്ലസ് അവിടെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത്. ഈ സിനിമ എന്നൊക്കെ ഉള്ളത് ആലോചിക്കാൻ പോലും പറ്റാത്തൊരു സമയം ഇതായിപ്പോയി. വന്നപ്പോ കൈ നിറച്ച സിനിമകളല്ലേ. കറക്റ്റ് ടൈമിങ് ഇത് അന്നൊക്കെ ഉണ്ടായിരുന്നതൊരു എളുപ്പം. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്റെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അത് പ്രാരാബ്ദങ്ങളെല്ലാം കുറഞ്ഞില്ലേ ശരിക്കും. നമുക്ക് കുട്ടികളുടെ കാര്യമായാലും വീട്ടിലെ കാര്യങ്ങളായാലും പണ്ടത്തെ പോലെ ഇപ്പോൾ ഒരു കുട്ടികൾ രണ്ടുപേരും സ്കൂളിൽ പോകണു അല്ലെ കോളേജിൽ പോകണു എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് തന്നെ എത്രത്തോളം ജോലി. ഇതിപ്പോ അതൊന്നും വേണ്ട. അവരവരുടെ ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ പോകുന്നു. ഇത് ഞങ്ങൾ തമ്മിലുള്ള ഈ ബന്ധം ചേട്ടനറിയാമായിരുന്നു. ചേട്ടൻ അറിഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ആ സമയത്ത് ബോംബെയിലാണ്, ഞാൻ സൗദിയിലേക്ക് പോയിട്ടില്ല. ചേട്ടൻ അവിടെ വന്നിട്ട് കംപ്ലീറ്റ് എന്നെ പറ്റി പഠിച്ചു അന്വേഷിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട് പണ്ട്. അതൊക്കെ ഞങ്ങൾക്ക് പിന്നീടേ അറിയുള്ളൂ. അതായത് ചേട്ടൻ എഴുതിയിട്ടുള്ള കത്തുകൾ അതിലേറ്റവും ഞങ്ങൾക്ക് ഓർമ്മിക്കാൻ പറ്റിയ ഒരു ഇതുള്ള എന്താണെന്ന് വെച്ചാൽ, ചേട്ടൻ എനിക്ക് അയച്ച കത്തുകളും ഞാൻ ചേട്ടൻ അയച്ചിട്ടുള്ള കത്തുകളും എല്ലാം കൂടിയിട്ട് ഞങ്ങളുടെ കല്യാണ ദിവസം ഒരു ഗിഫ്റ്റ് റാപ്പ് ചെയ്തിട്ട് ഞങ്ങൾക്ക് തന്നെ തിരിച്ചു തന്നു. അത് ഞങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഓർക്കണ ഒരു കാര്യമാണ്. അതേപോലെ തന്നെ അച്ഛൻ ഇത് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് വേണം നമുക്ക് കരുതാൻ. കാരണം എന്താ, ഞങ്ങൾ ബലമായിട്ട് വിശ്വസിക്കണു അച്ഛനിത് അറിയാമായിരുന്നു. കാരണം എന്താ വെച്ചാൽ കല്യാണമൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയിക്കഴിഞ്ഞാൽ, ഞാൻ ഈ അടുത്തൊരു ഇതൊരു ഇൻ്റർവ്യൂവിലും ഞങ്ങൾ പറയുണ്ടായി അത്. അച്ഛൻ ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കല അച്ഛൻ ചോദിച്ചു, ഞാൻ കുറേ കാലമായി ഒരു കാര്യം ചോദിക്കണമെന്ന് വിചാരിക്കണു, നിങ്ങൾ തമ്മിൽ പ്രേമത്തിലായിരുന്നോ എന്ന് ചോദിക്കും. അപ്പോൾ ഞങ്ങൾ അന്യോന്യം നോക്കി. അപ്പോൾ ഞങ്ങളത് കഴിഞ്ഞിട്ട് പറഞ്ഞു അതിനിപ്പോൾ എന്താ പറയുക. അപ്പോൾ ഞാൻ നീരജയ്ക്ക് പറയാനിങ്ങനെ എൻ്റെ നോർത്ത് നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛനോട് പറഞ്ഞു അന്നും എന്നും എന്ന് പറഞ്ഞു. അച്ഛൻ അത് തൃപ്തിയായി. അച്ഛനെ പിന്നെ ഒന്നും ചോദിച്ചില്ല പിന്നെ അതോടുകൂടി. അപ്പോൾ ഒന്ന് ചിരിച്ചു നിർത്തി. പക്ഷെ ഞങ്ങൾക്ക് അത് ബലമായിട്ട് ഞങ്ങൾ വിശ്വസിക്കണു, എല്ലാ കാലത്തും വിശ്വസിച്ചു. അച്ഛനിതൊക്കെ അറിയായിരുന്നു. അച്ഛനൊന്ന് നിങ്ങൾ എന്താ പറയുന്നത് കേൾക്കാൻ വേണ്ടി ചോദിച്ചു എന്ന് മാത്രം. ഞങ്ങൾ ആക്ച്വലി ഇപ്പോൾ 4 പേരും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള, എല്ലാവരും ഈ ഫീൽഡിൽ തന്നെ വൺ വേ ഓർ ദ അതർ ഉണ്ടല്ലോ. അപ്പോൾ ഓരോരുത്തരും അഭിനയിച്ചു കഴിഞ്ഞാൽ ഞങ്ങളത് വളരെ കൃത്യമായിട്ട് അതിനെ കീറി മുറിക്കാറുണ്ട് വീട്ടിൽ. അതിൽ നന്നായിട്ടുള്ളത് എന്താ അല്ലെങ്കിൽ ചീത്തയായിട്ടുള്ളത് എന്താ, അങ്ങനെയൊക്കെ അതൊരു വലിയൊരു ലേണിംഗ് കർവാണ് എല്ലാവർക്കും. അത് ചെയ്യാറുണ്ട്. അപ്പോൾ കഴിയുന്നത്ര സന്തോഷമായിട്ടിരിക്കണം, അതാണല്ലോ നമുക്ക് പറ്റുന്ന വിധത്തിൽ. പക്ഷെ എല്ലാവരും ഓരോ വർക്ക് ഡിസ്കസ് ചെയ്യാറുണ്ട്. അത് 4 പേരും ഈ ഫീൽഡിൽ തന്നെ ഉള്ളത് കൊണ്ട് ഇതുവരെ അതുപോലെ ഒരു മാർക്കിംഗ് വന്നത് വൈറസിനായിരുന്നു. പക്ഷെ ഇത് വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ വൈറസിലെ റോള് ഞങ്ങൾക്ക് വീട്ടിലെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള റോളാണ്. ഇത് ചിലപ്പോൾ ഇതായിരിക്കും ഒരു ഐഡൻറ്റിറ്റി നിരക്ക്. ഇത്രയും വർഷത്തെ ഒരു 50 മേലെ സിനിമകൾ അല്ലെങ്കിൽ ഒരു 50 മേലെ പരസ്യങ്ങളൊക്കെ ചെയ്തിട്ടും ഇതായിരിക്കും ചിലപ്പോൾ ഏറ്റവും കൂടുതൽ റെക്കഗ്നിഷൻ കിട്ടിയിരിക്കുന്നത്. അതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഒരുപാട് ഹാർഡ് വർക്ക് ഇത്രയും കാലത്തെ ഇതിനു വേണ്ടി ശ്രമിച്ചിട്ട് ഇപ്പോൾ അതങ്ങനെ ഒരു ക്യാരക്ടറിൽ കൂടെ അത് അതെ, അതൊരു വളരെ സന്തോഷം. അത് എല്ലാം ഏറ്റവും കുറച്ച് ചെയ്യാനുള്ളത് ഇതിലായിരുന്നു. വലിയ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ യങ്സ്റ്റേഴ്സിനൊരു ഇതാണ്. അതായത് നമ്മളിപ്പോൾ ഒരു ക്യാരക്ടറിന് ലെങ്ത് മാത്രം നോക്കിയിട്ടല്ല ആ ക്യാരക്ടർ ഹിറ്റ് ആവില്ല എന്നുള്ളതൊന്നും പറയാൻ പറ്റുന്നത് അല്ലേ. അതെന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഈ ഒരു ക്യാരക്ടർ. അതായത് ചിലപ്പോൾ ചില സമയത്ത് ചെറിയ ക്യാരക്ടർ, ഒറ്റ സീനി വന്നു പോകുന്ന ഒരു ക്യാരക്ടർ ആണെങ്കിൽ പോലും അവർക്ക് ചിലപ്പോൾ വലിയൊരു ഐഡന്റിറ്റി ഉണ്ടാക്കാൻ പറ്റും അല്ലേ. ഇപ്പം സാറ് പറഞ്ഞല്ലോ 4 പേരും അഭിനയത്തിന്റെ ഒരു കാര്യങ്ങൾ. അപ്പം 4 പേരും ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഫീൽഡിൽ നിൽക്കുമ്പോൾ 4 പേർക്കും അതിൻ്റെതായിട്ടുള്ള എന്താ പറയുക അപ്സ് ആൻഡ് ഡൗൺസ്, മൂഡ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അത് എങ്ങനെയാണ് നിങ്ങൾ പൊതുവെ അത് ഹാൻഡിൽ ചെയ്യുന്നത്? എല്ലാവരും വിവിധ എന്താ പറയുക, ഇപ്പം ഒരേപോലെ തിരക്കുള്ളവരല്ല എല്ലാവരും. മൂത്ത മകള് ഭാവന, അവള് തിയേറ്ററാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവൾക്ക് സിനിമ ചെയ്യാറില്ല. അവൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തിയേറ്റർ, കുട്ടികൾക്കുള്ള വർക്ക്ഷോപ്സ് എടുക്കും,
തിയേറ്റർ ക്ലാസ്സുകൾ എടുക്കും. അതേമാതിരി അത്യാവശ്യം സ്ക്രിപ്റ്റ് ചെയ്യും, അഭിനയിക്കും, തിയേറ്ററിൽ ഡയറക്റ്റ് ചെയ്യും കുട്ടികൾക്കുള്ള പ്ലേകൾ. അങ്ങനെയൊക്കെ അവളുടേതായ രീതിയിൽ അവൾ ബാംഗ്ലൂർ ബേസ്ഡാണ്. ഒരുപാട് തിരക്കുകളായിട്ട് നടക്കണം. ദർശന പിന്നെ അറിയാലോ അവളുടേതായ രീതിയിൽ സിനിമകളുമായിട്ട്. നീരജയ്ക്ക് ഒരുപാട് തിരക്കുകൾ, പ്രത്യേകിച്ചും ഇപ്പോൾ പ്രത്യേകിച്ചും ഒരുപാട് തിരക്കുകളുണ്ട്. അതിലേറ്റവും പിന്നാക്കം നിൽക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു കോർപ്പറേറ്റ് ജോലിയുമായിട്ട് നടന്നിരുന്നതാണ്. ഞങ്ങളെല്ലാവരും പ്രവാസികളായിരുന്നു കുറേ കാലം. ഒരു 10-30 വർഷം. ഞാൻ 30 വർഷത്തോളം ഉണ്ടായിട്ടുണ്ട്. ഇവരെല്ലാം ഒരു 18 വർഷത്തോളം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ബ്രിട്ടീഷ് കൗൺസിലിലാണ് ജോലി എടുത്തിരുന്നത്. ബ്രിട്ടീഷ് കൗൺസിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിരുന്നു കുറേ കാലം. അപ്പോൾ അതൊരു കുട്ടികളുടെ ഒരു വളർച്ച, ഏതാണ്ട് പഠിപ്പൊക്കെ കഴിഞ്ഞ് ഇവരെല്ലാവരും തിരിച്ച് പോന്നു കൊടുന്നു. കാരണം മോള് 10ാം ക്ലാസ് മൂത്ത ആളായി കഴിഞ്ഞപ്പോൾ പിന്നെ അവിടുന്ന് പിന്നീട് പഠിക്കണമെങ്കിൽ തിരിച്ചു വരണം എവിടേക്കെങ്കിലും. അപ്പോൾ അങ്ങനെ അവർ 3 പേരും കൂടി ഇവിടെ വന്നിട്ട് ബാക്കി അവരുടെ വിദ്യാഭ്യാസം ഉണ്ടായിരിക്കുന്നത് കേരളത്തിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് 2 പേരും കേരളത്തിലെ പഠിപ്പ് കഴിഞ്ഞിട്ട് 12th കഴിഞ്ഞപ്പോൾ 2 പേരും ഡൽഹിയിലേക്ക് പോയി. ഡൽഹി ലേഡി ശ്രീറാം കോളേജിലാണ് ഡിഗ്രി ചെയ്തത്. പിന്നെ അവർ 2 പേരും ലേഡി ശ്രീറാം ഒരേ റൂട്ടാണ് ഫോളോ ചെയ്തത്. റിയാദിൽ പഠിച്ചു, കേരളത്തിൽ പഠിച്ചു, ഡൽഹിയിൽ പഠിച്ചു. ഡൽഹിയിലത്തെ ഡിഗ്രി കഴിഞ്ഞപ്പോൾ UK പോയി. 2 പേരും UK-താണ് അവരുടെ മാസ്റ്റേഴ്സ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഏതാണ്ട് കഴിയാറായി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി നാട്ടിലേക്ക് തിരിച്ചു വരണം. അപ്പോൾ ഞാൻ വളണ്ടറി റിട്ടയർമെൻ്റ് എടുത്ത് ഒരു 10-15 വർഷം മുമ്പത്തെ കാര്യമാണ്. ഒരു ജോലിയിൽ നിന്ന് തിരിച്ചു വന്നു. അതെന്താ കാരണം വെച്ചാൽ കുട്ടികൾ, പ്രത്യേകിച്ചും പെൺകുട്ടികൾ, അവരുടെ ഏത് കുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ഒരു തരത്തിൽ ശരിയാണ്. പക്ഷെ അവരുടെ വളർച്ച കാണാനും അല്ലെങ്കിൽ ആ സമയത്ത് അത് പിന്നീട് നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടില്ല. അപ്പോൾ ആ സമയത്ത് അവരുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങൾക്ക് 2 പേർക്കും അത് ഉണ്ടാവണമെന്നും അല്ലെങ്കിൽ അവരുടെ വർക്കോ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൻ്റെ കൂടെ ഭാഗമായിട്ട് അടുത്തുണ്ടാവുക അല്ലെങ്കിൽ ഓടിയെത്താൻ പറ്റുക അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരുത്തരുടെ ഇതിന് അങ്ങനെ തോന്നിയിട്ടാണ് ഈ വളണ്ടറി റിട്ടയർമെൻറ്റ് എടുക്കണേ. അപ്പോൾ അത് കാരണം അവർ നാടകങ്ങൾ ചെയ്യണ സമയത്ത് ഞങ്ങൾ ഓരോരുത്തരുടെ നാടകങ്ങൾ നടക്കുമ്പോഴും ഇവരുടെ 2 പേരുടെ നാടകം നടക്കണ്ടെങ്കിലും ഞങ്ങൾ അവിടെ എത്താറുണ്ട്. അത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കണം. നാടകങ്ങളാണെങ്കിലും ഒരാളുടെ ആണെങ്കിൽ മറ്റു 3 പേരും അവിടെ അങ്ങനെയാണ് നിങ്ങൾ കണക്ട് ചെയ്യുന്നത് അല്ലേ? കാരണം 4 പേരും 4 സ്ഥലത്താണുള്ളത്. സിനിമയുടെ ഒരു റിലീസ് ഉണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഏതെങ്കിലും വഴിക്ക് എത്താൻ പറ്റുന്ന വെച്ചാൽ ബാക്കി 3 പേരും അവിടെ ഉണ്ടായിരിക്കും. അങ്ങനെ ഒരു പിന്നെ അതാണ് ഒരു മെയിൻ സപ്പോർട്ട് എന്ന് പറയാൻ. എനിക്കൊന്നും ഒരു പൊതുവേ ഇപ്പം നമ്മൾ വെളിയിലൊക്കെ ജീവിക്കുന്ന സമയത്ത് ഒരു റൊട്ടീൻ ലൈഫായിരിക്കും അല്ലെ? മൊത്തത്തിൽ എപ്പോഴും ഒരു ജോലിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, കുട്ടികൾ സ്കൂളിൽ പോകുന്നു. ഞാൻ ചോദിക്കാൻ പക്ഷെ നിങ്ങളെ കേട്ടിട്ട് ഒരു റൊട്ടീൻ ലൈഫ് ജീവിച്ചവരായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ആ ഒരു ലൈഫ് സ്റ്റൈല് നമ്മുടെ ആർട്ടിനെ ഒന്നും എന്താ പറയാ തടയാതിരിക്കാൻ എന്തായിരുന്നു നിങ്ങൾ സ്വീകരിച്ചിട്ടുള്ള മാർഗങ്ങൾ? ഞങ്ങൾക്ക് ശരിക്കും 24 മണിക്കൂർ തികയുണ്ടായിരുന്നില്ല. അത്ര ശരിക്കും റിയാദിലായിരുന്നു കൂടുതൽ തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾക്ക് റിയാദിലൊരു ഡാൻസ് അക്കാഡമി ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അപ്പൊ അത് ഗർഭ ഡാൻസ് അക്കാഡമി, ദർശന, ഭാവന, എന്നെ ക്ലാസ് എടുക്കാറ്. അപ്പോൾ ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. ഒരു 10 വർഷത്തോളം. അത് അന്നത്തെ സാഹചര്യത്തിൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു അവിടെ അങ്ങനെ ക്ലാസ്സുകൾ നടത്താനും. ഇപ്പോഴേ കുറേ കൂടി ഓപ്പൺ അപ്പൊക്കെ ആയത്. പക്ഷെ അന്ന് ഞാൻ ഈ ബ്രിട്ടീഷ് കൗൺസിലായിരുന്നതുകൊണ്ട് കുറച്ചൊരു ഡിപ്ലോമാറ്റിക് ഇതുള്ളതുകൊണ്ട് അവരുടെ ഒരുപാട് സഹായങ്ങൾ ഉള്ളതുകൊണ്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റി. അങ്ങനെ 10 വർഷത്തോളം പ്രോഗ്രാംസ് കംപ്ലീറ്റ് വരുന്ന എല്ലാ കുറച്ച് ദിവസമായവരെ ആണെങ്കിലും എന്തെങ്കിലും ഒരു ഇതിന് അവരെ സ്റ്റേജിൽ ചെയ്യിക്കുമായിരുന്നു. കാരണം ഒന്നും പറ്റാത്തൊരു സ്ഥലത്ത് അവരവരുടെ കുട്ടികൾ സ്റ്റേജിൽ എന്തെങ്കിലും പെർഫോം ചെയ്യുന്നത് കാണാൻ ഏതൊരു അമ്മയ്ക്കും അച്ഛനും ഭയങ്കര ആഗ്രഹമാണ്. പ്രോഗ്രാമായിട്ട് തന്നെ നമ്മൾ ചെയ്യും. പെർഫോമൻസ് ആർട്ട് ക്ലാസിക്കലാണോ? ഞാൻ പഠിപ്പിച്ചിരുന്നത് ക്ലാസിക്കലാണ്. പക്ഷെ ഞങ്ങൾ ആനുവൽ ഡേ വരുമ്പോൾ എന്താ വെച്ചാൽ എല്ലാം ഫ്രീ സ്റ്റൈലും എല്ലാം ചെയ്യും. പെർഫോമൻസ് റിവ്യൂ എന്നുള്ള നിലയ്ക്കാണ്. കാരണം എന്താ വെച്ചാൽ അച്ഛനും അമ്മമാർക്കും അവരുടെ പഠിച്ചു എന്നുള്ളത് ഏകദേശം ഒരു ഐഡിയ കിട്ടും അതിൽ. പിന്നെ എനിക്ക് തോന്നുന്നൊരു ഫ്രീ റേഞ്ച് പേരന്റിംഗ് എന്ന് പറയുന്ന ഒരു ഫ്രീ സ്റ്റൈൽ, വളരെ ഫ്രീഡം കൊടുത്തിട്ടുള്ള ഒരു പാരന്റിംഗ് ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളോട് അങ്ങോട്ട് ഡിസ്കസ് ചെയ്യാം, സജസ്റ്റ് ചെയ്യാം. അപ്പം എനിക്ക് തോന്നുന്നു എല്ലാ പാരൻസിനും ഒരു ഭയങ്കര ഒരു മാർഗദർശന ആയിട്ടുള്ള ഒരു സംഭവമാണിത്. കാരണം ഞങ്ങൾ പറയുന്നത് നിങ്ങൾ കേട്ടാൽ മതി എന്നുള്ള പോലത്തെ ഒരു പാരന്റിങ്ങിൽ നിന്ന് ആ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ അവർക്ക് എല്ലാ ഫ്രീഡം കൊടുത്ത് അവരുടെ ഒപ്പീനിയൻസ് മാനിച്ച് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ആർട്ടിനെയൊക്കെ പ്രോത്സാഹിപ്പിച്ച് അങ്ങനെയാണ് അവർ ആസ് ആൻ ആർട്ടിസ്റ്റ് ഓൾസോ അവർക്ക് ഒരുപാട് നല്ല കോൺട്രിബ്യൂഷൻസ് പൊതുവെ തരാൻ പറ്റിയത്. അപ്പോൾ ആ ഒരു
ആ ഒരു പാരന്റിങ്ങിന്റെ അതിലേക്ക് എത്തിയത് എങ്ങനെയായിരുന്നു? കുട്ടികൾ ഏത് കുട്ടികളായാലും അവർക്കും ഉള്ളിൽ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ? ഏതൊരു കുട്ടിയാണെങ്കിലും അവർ വളർന്നു വന്ന് അവർ മറ്റുള്ളവർ ചെയ്യുന്നതും അല്ലെങ്കിൽ അതൊക്കെ കണ്ട് വീട്ടിൽ നമ്മൾ ഇന്നതിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് നിർബന്ധിക്കുമ്പോൾ അവരുടെ ആ ഭാഗം അടഞ്ഞു പോവുകയാണ് പിന്നെ. അപ്പം അവർക്കൊരു ഇൻഡിവിജ്വാലിറ്റി വരാനും അവരുടെ ആഗ്രഹങ്ങൾക്ക് പൂർത്തീകരണം കിട്ടണമെങ്കിൽ ഈ ഫ്രീഡം കൊടുക്കണം. അത് ഏത് ഫീൽഡ്, സിനിമ അല്ലെങ്കിൽ ഡാൻസിനോ പാട്ട് അല്ല പറഞ്ഞത്, ഏതിൽ തന്നെ ആയാലും എല്ലാവരും ഒരേ ഇതുപോലെ അല്ലല്ലോ. അപ്പം അതിനുള്ള എല്ലാം നമ്മൾ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ തൊട്ട് ഇപ്പോഴും അങ്ങനെ തന്നെ. അവർ ഈ ഡാൻസ് സ്കൂളിൽ ഉണ്ടായിരുന്നു, രണ്ടുപേരും കളിക്കുമായിരുന്നു. രണ്ടുപേരും ഡാൻസ് പെർഫോമൻസ്. എനിക്കൊരു സെറ്റ് ഓഫ് 10 കുട്ടികൾ എപ്പോൾ ഏത് പ്രോഗ്രാമിന് ആര് വിളിച്ചാലും പോകാൻ പാകത്തിന്, ഇവർ മാത്രമല്ല ഒരു 10 കുട്ടികൾ എപ്പോഴും റെഡി ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരുപാട് പ്രോഗ്രാംസ് ചെയ്യാൻ പറ്റിയിട്ടോ. ഞങ്ങൾ കുറച്ചും കൂടി ഞങ്ങൾ ലേറ്റർ ഇങ്ങോട്ട് പോരാറാവുന്ന സമയത്തേക്ക് കുറേ സാംസ്കാരിക സംഘടനകൾ വന്നു തുടങ്ങി. അപ്പോൾ അവർ ഓരോന്നിൽ വിളിക്കുമ്പോൾ നമുക്ക് ഈ കുട്ടികളെ പെർഫോം ചെയ്യും. അതിപ്പോൾ എൻ്റെ കുട്ടികളെ തന്നെ വേണമെന്നില്ല, ഈ 10 കുട്ടികളിൽ ഒരുവിധം ആയ കുട്ടികളുണ്ട്, അവരെ പെർഫോം ചെയ്യിക്കും. ഇപ്പം നമ്മളിങ്ങനെ ഒരു ലൈഫ് സ്റ്റൈൽ ഇങ്ങനെ പോകുന്ന സമയത്ത് അന്നേ നമ്മൾ സിനിമ അല്ലെങ്കിൽ ഒരു തിയേറ്റർ എന്നുള്ളൊരു ഐഡിയ മനസ്സിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് തിയേറ്റർ പെർഫോമൻസസ് ചെയ്യുമായിരുന്നോ? ഭാവനയാണ് ഞങ്ങളുടെ വീട്ടിലത്തെ ആദ്യത്തെ തിയേറ്റർ ആക്ട്രസ് തന്നെ. സ്കൂളുകളിൽ മാത്രം കൂടുതലായിട്ട് ചെയ്തിരിക്കുന്നത് മാത്രമേ ഉള്ളൂ, അല്ലാതെ പാട്ട് പോലും അവിടെ ഒരു രക്ഷയില്ല. ദർശന പാടും, വെറുതെ കുഞ്ഞു കുട്ടിയായിരിക്കുമ്പോഴേ ഇങ്ങനെ ചെറിയ പാടുകൾ പാടുമായിരുന്നു. പക്ഷെ അത് നിങ്ങൾ ആരിൽ നിന്നാണ് ദർശനയ്ക്ക് ആ ഒരു സാധനം പക്ഷെ ഞാൻ പ്രഗ്നന്റ് ആയിരുന്നപ്പോ 2 കുട്ടികളുടെ സമയത്തും പാട്ട് കേൾക്കുമായിരുന്നു. അതെന്താ അറിയോ, മോഹൻലാലിന്റെ ഒരു സിനിമ ഉണ്ടായിരുന്നല്ലോ, ഈ സമയത്ത് സംഗീത സാന്ദ്രമാകണം എപ്പോഴും അന്തരീക്ഷം എന്ന് പറഞ്ഞിട്ട് അത് എപ്പോഴും പാട്ട് കേൾക്കുമായിരുന്നു. അതാണ്. രണ്ടുപേരും പാടും കേട്ടോ, മറ്റേയാളെ പറയില്ല പാടും, പക്ഷെ അയാളും പാടും. കുട്ടികളുടെ കാര്യം ചോദിച്ചതിന് ഞങ്ങള് അച്ഛനമ്മമാർക്ക് കുട്ടികളെ ബ്ലാക്ക് മെയിൽ ചെയ്യാനുള്ള അധികാരം ഇല്ല എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ്. തെറ്റോ ശരിയോ എന്നുള്ളത് ഓരോരുത്തർക്കും തീരുമാനിക്കാം. പക്ഷേ അറ്റ്ലീസ്റ്റ് ഞങ്ങളുടെ അപ്രോച്ച് എന്താണെങ്കിൽ കുട്ടികൾക്ക് പൂർണ്ണമായിട്ട് അവർക്ക് എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുക. തെറ്റാണെങ്കിൽ അവർ കറക്റ്റ് ചെയ്തോട്ടെ. നമ്മൾ അച്ഛനമ്മമാർ ഒരു ഗൈഡായിട്ട് പിന്നിലുണ്ടാവാൻ പാടുള്ളൂ. എപ്പോഴും ഒരു എക്സാമ്പിൾ പറയാറ് എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു കാറിൽ പോവുകയാണെങ്കിൽ കുട്ടികൾ മുമ്പിൽ പോകണ്ടായിരിക്കും, അച്ഛനമ്മമാർ പിന്നിലുണ്ടാവും. അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർ തിരിഞ്ഞു നോക്കും, അച്ഛനമ്മമാരോട് സഹായം ചോദിക്കും. ഒരു ഏജ് ഇപ്പോഴത്തെ ഞങ്ങളുടെ സ്റ്റേജൊക്കെ നേരെ തിരിച്ചാണ്. അതൊരു എല്ലാ അച്ഛനന്മാർക്കും ഉണ്ടാവുന്ന ഒരു ചേഞ്ചാണ്. അതായത് നമ്മളായിരിക്കും മുന്നിൽ പോയിക്കൊണ്ടിരിക്കേണ്ടായിരിക്കാം. നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തിരിഞ്ഞു നോക്കിയാൽ അവർ. അപ്പോൾ എന്താണെന്ന് വെച്ചാലേ, കുട്ടികളുടെ അടുത്തുനിന്ന് പഠിക്കാൻ നമുക്ക് വളരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരുപാടുണ്ട്. ഞങ്ങൾ ഇപ്പോഴും ഒരുപാട് കുട്ടികളുടെ അടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അത് അങ്ങനെ തന്നെ തെറ്റോ ശരിയോ അതങ്ങനെയല്ല വേണ്ടേ എന്നൊക്കെ പറയുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടായിരിക്കാം. അപ്പോൾ നമ്മളതൊരു എല്ലാ അച്ഛനമ്മമാരും ഉദ്ദേശിക്കുന്നത് അവരവരുടെ കുട്ടികൾ സന്തോഷമായിട്ടിരിക്കണം, അവർ നന്നായിരിക്കണം, അതിൽ നിന്ന് നമുക്ക് സന്തോഷം ഉണ്ടാവണം, ഇതന്നെയാണ് ഉദ്ദേശിക്കണേ. അപ്പോൾ നമ്മളൊരു വലിയൊരു കാര്യം ചെയ്തു എന്നുള്ള നിലയ്ക്കല്ല പറയണേ. പക്ഷേ അച്ഛനമ്മമാരും തികച്ചും അവരുടെ സ്വാതന്ത്ര്യത്തിന് വിടണം എന്ന് വിശ്വസിച്ച് കഴിയുന്നത്ര അത് ചെയ്തുകൊണ്ടിരിക്കുന്ന അച്ഛനമ്മമാരാണ്. അവരൊരു ഇൻഡിവിജ്വൽ ആണ്. അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു സ്പേസ് കൊടുക്കുമ്പോഴാണ് അവർ ഗ്രോ ചെയ്യുന്നത് അല്ലേ? അതിൽ ചിലപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഉണ്ടാവും, ഇഷ്ടമുള്ള കാര്യങ്ങൾ അത് വേറെ. അത് ചിലപ്പോൾ അങ്ങനെ, അതൊക്കെ ഒരു ബാലൻസിങ് ആക്റ്റാണ്. നമുക്ക് ആസ് ലോങ് ആസ് അവർ ഹാപ്പിയാണോ അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്. മാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം വരുന്നത് ഒരു സിനിമ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉള്ള ഒരു ഫാമിലിയിൽ നിന്നാണ് വരുന്നത് അല്ലേ? ഇപ്പം ചന്ദ്രശേഖരൻ നായരാണ്, അദ്ദേഹമാണ് അച്ഛൻ, പത്മശ്രീ നേടിയിട്ടുണ്ട്. അമ്മയാണെങ്കിൽ MP മന്മഥൻ സാറിൻ്റെ മോളാണ്. അപ്പോൾ ആ ഒരു വലിയ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നതിൻ്റെ ഒരു ആർട്ട് എന്തായാലും അത് നമ്മുടെ ജീനിലും ഉള്ളിലും ഒക്കെ ഉണ്ടാവുമല്ലോ. എല്ലാവരും കലാപരമായിട്ട് അച്ഛനും അമ്മയ്ക്കൊന്നും പ്രത്യേകിച്ച് എന്താ പറയുക, അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. അപ്പം ഒരു അമ്മയ്ക്ക് അതിനുള്ള അമ്മയുടെ അച്ഛനായിരുന്നു MP മന്മഥൻ യാചകൻ. അപ്പോൾ അപ്പൂപ്പൻ ഉണ്ടെങ്കിലും അപ്പൂപ്പൻ കഥാപ്രസംഗമാണെങ്കിലും എല്ലാത്തിനും അപ്പൂപ്പനും അച്ഛനുമാണ് ശരിക്കും പറഞ്ഞാൽ ചേട്ടനും ഇത് തന്നെയായിരുന്നു. ശരത്ചന്ദ്രൻ. അപ്പൊ എല്ലാവരും ഉണ്ടെങ്കിൽ ഇപ്പൊ ഞങ്ങളുടെ വീട്ടിലത്തെ മാത്രമല്ല, ഫാമിലിയിലെ ഒരുവിധം എല്ലാവരും ഓൾ ഇന്ത്യ റേഡിയോ, പിന്നെ നാടകങ്ങൾ അല്ലെങ്കിൽ എല്ലാം ഇങ്ങനെ സൗണ്ട് കൊടുക്കുന്ന ഒക്കെ ആയിരുന്നു. പക്ഷെ
ഇതൊക്കെ ഞാനൊരു സിനിമയിലേക്ക് എത്താൻ കാരണം എന്ന് പറയാൻ പറ്റില്ല. അല്ല, നമ്മുടെ ഉള്ളിൽ ആ ഒരു ആർട്ട് ആർട്ട് കുട്ടിക്കാലത്ത് തൊട്ടേ നമ്മള് സ്റ്റേജിൽ, സ്കൂളിലും കോളേജിലും സ്റ്റേജിലില്ലാത്തൊരു പരിപാടിയില്ല. വളരെ ചെറുപ്പത്തില് കുഞ്ഞിലെ തൊട്ട് ആക്ച്വലി ഞങ്ങൾ കല്യാണം കഴിക്കുന്നത് വളരെ വളരെ ചെറുപ്പത്തിലാണ്. അത് മാത്രമല്ല വളരെ ചെറുപ്പം തൊട്ട് സൗദിയിലായിരുന്നു ഞങ്ങൾ, റിയാദിൽ. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഈ ആർട്ടിന് വേണ്ടത്ര ഡാൻസ് സ്കൂളും അതും ഇതൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ സിനിമയോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും മനസ്സിൽ വന്നിട്ടുമില്ല, ആലോചിച്ചിട്ടുമില്ല, അത് പിന്നീട് ഉണ്ടാവുമെന്ന് കരുതിയിട്ടുമില്ല. അപ്പോൾ അതെല്ലാം പിന്നീട് ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ് അതെല്ലാം. ചേട്ടൻ കംപ്ലീറ്റ്ലി ഈ ഒരു ഫീൽഡ് തന്നെയായിരുന്നു. പക്ഷെ ഒരുപാട് നമ്മൾ റിയാദിൽ അത്രയും കാലം ഒരു നല്ലൊരു കാലയളവ് അവിടെ തന്നെയായിരുന്നു. പിന്നെ തിരിച്ചു വന്നപ്പോഴും നമുക്ക് ഒരു സഹായം അല്ലെങ്കിൽ ഇതിലേക്ക് എങ്ങനെ എത്തണം എന്നുള്ളതൊന്നും നമുക്ക് ടോട്ടലി വിദൂരത്ത് തന്നെയായിരുന്നു കേട്ടോ. ഇതൊരു ടോട്ടൽ വേറെ ഒരു സർപ്രൈസിങ് ആയിട്ട് തന്നെയാണ് ഇത് വരാനുള്ളത്. വരേണ്ട സമയത്ത് വരും. അപ്പം അതന്നെയാണ്. ഒരു ആദ്യത്തെ കോള് തന്ന ആരാണ്? സിനിമയിലെ കോൾ ആദ്യത്തെ തന്നത് രശ്മി സതീഷാണ്. ഞാൻ അല്ലാതെ അതിനു മുമ്പൊരു സീരിയൽ ചെയ്തിട്ടുണ്ട്, പൊന്നമ്പളി എന്ന് പറഞ്ഞിട്ട്. അത് ഹരി പി നായരാണ്. അതില് ഇതുപോലൊരു ഓഡീഷൻ വരുന്നു, ചേച്ചിക്ക് താല്പര്യമാണ്. പറഞ്ഞ വഴിക്ക് പോയി ഓഡീഷന് പോയി. അതില് ഫസ്റ്റ് തന്നെ ആദ്യത്തെ ഇതിൽ തന്നെ കിട്ടി. നായകന്റെ അമ്മയായിട്ടാണ് കിട്ടി അതില്. അപ്പം അത് ഫസ്റ്റ് ഓഡീഷൻ അതാണ്. അതേ സമയത്ത് തന്നെയാണ് പിന്നെ വേറൊരു ഓപ്പൺ ഓഡീഷൻ ഇവിടെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് നടക്കുന്നുണ്ടായിരുന്നു. അതും ഇതുപോലെ ഒരാൾ പറഞ്ഞു, നമ്മൾ പോയി. അല്ല, അത് ആമിക്ക് വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ അതിന് പോയി. പക്ഷെ ആമി വരാൻ ഒരുപാട് സമയം എടുത്തു. ആ സമയം കൊണ്ടാണ് എനിക്ക് പിന്നെ രക്ഷാധികാരി അങ്ങനെ അതൊരു ഓപ്പം. പക്ഷെ അതിനു മുമ്പ് ഞാൻ രശ്മി സതീഷ് പറഞ്ഞിട്ട് തൃശ്ശൂർ പേരൂർ ക്ലിപ്തത്തിന് ഓഡീഷന് പോയതാണ്. പക്ഷെ ഓഡീഷൻ വേണ്ടി വന്നില്ല. അല്ലാതെ തന്നെ ആസിഫ് അലിയുടെ അമ്മയായിട്ട് ആദ്യത്തെ പടം ചെയ്തത് ആസിഫ് അലി. പിന്നെ എനിക്ക് തോന്നുന്നു ഈ രക്ഷാധികാരി ബൈജു അലൻസിയസ് വൈഫായിട്ടായിരുന്നു. അപ്പൊ അതിലൊരു പുതുമുഖ അഭിനയിക്കുന്നതിനുള്ള അവാർഡ് കിട്ടി അല്ലേ? മലയാള പുരസ്കാരം കിട്ടിയിരുന്നു അതിന് വേണ്ടിയിട്ട്. അതെ. അപ്പൂപ്പൻ ആക്ച്വലി MP മന്മഥൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം സർവോദയ നേതാവായിരുന്നു. ഒരു എന്താ പറയുക, സാമൂഹ്യ NSSൻ്റെ ഒക്കെ മുൻകാല വളരെ വേണ്ടപ്പെട്ട ഇതൊക്കെ NSS ഒക്കെ ഉണ്ടാക്കിയ അതിൽ പെട്ട ഒരു ഇതായിരുന്നു. അതിനേക്കാൾ ഉപരി അദ്ദേഹം പിന്നെ മദ്യനിരോധനം അങ്ങനെ ജനകീയമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുമായിട്ട് പ്രവർത്തിച്ചിരുന്നതാണ്. നല്ലൊരു ഒറേറ്ററായിരുന്നു. നന്നായിട്ട് നല്ലൊരു കഥാപ്രസംഗം ഒരുപാട് ചെയ്യുമായിരുന്നു. അങ്ങനെയൊക്കെ. അപ്പോൾ അദ്ദേഹം അഭിനയിച്ചിട്ടുള്ളത് ഈ സിനിമയൊക്കെ എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പത്തെ കാര്യമാണ്. മിസ് കുമാരിയുടെ നായകനായിട്ടൊക്കെയാണ് അഭിനയിച്ചേക്കുന്നത് കുറേ കാലം. ഒരു സിനിമ മാത്രമേ അദ്ദേഹം ചെയ്തുള്ളൂ. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ സിനിമയിലെ അന്നത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടലി അപ്പൂപ്പന്റെ ടോട്ടൽ ഡിഫറെന്റ്. അദ്ദേഹം പ്രത്യേകിച്ചും അദ്ദേഹത്തിന് വളരെ ഈ മദ്യനിരോധനത്തിൻ്റെയൊക്കെ പിൻകാലത്ത് ആയിത്തീർന്ന അങ്ങനത്തെയൊക്കെ. അപ്പം അതൊക്കെ പറ്റാത്തൊരു ഇതായി. അതുകൊണ്ടാണ് അങ്ങനെ ഒരുപാട് ഓഫർ വന്നു അതിന് ശേഷം. ഞാൻ വിചാരിച്ചു ഇത് യാചകൻ എന്ന് പറയുന്ന സിനിമ അന്നത്തെ കാലത്ത് ഒരു അത്യാവശ്യം ശ്രദ്ധിക്കപ്പെട്ട പടം, നല്ലൊരു ഫിഗറാണ്. മിസ് കുമാരി എല്ലാവരുടെയും ഭയങ്കര ആഗ്രഹം വെച്ച് എല്ലാരും കാണാനൊക്കെ പോയി തിരക്കൊക്കെ കൂട്ടി കണ്ടിരുന്നൊരു അഭിനേത്രിയാണ്. ആ ആളുടെ നായകനായിട്ട് വന്നിട്ട് പിന്നെ എന്തുകൊണ്ട് ഒരു സിനിമ കഴിഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ നിർത്തിയതാണ്. അത് അദ്ദേഹത്തിന് പറ്റിയ ലൈനെല്ലാം പ്രിൻസിപ്പൽസിന് ഒരുപാട് വാല്യൂ കൊടുക്കുന്ന ആള്. MG കോളേജിൽ പ്രിൻസിപ്പളായിരുന്ന സമയത്തും അത് അങ്ങനെ തന്നെയാണ്. പ്രിൻസിപ്പൽ ആ സ്വന്തം പ്രിൻസിപ്പൽസ് കീപ്പ് ചെയ്യാൻ വേണ്ടി ജോലി രാജിവെക്കുക തന്നെയാണ് ചെയ്തത്. അപ്പോൾ അവസാന സമയത്ത് ശരിക്കും പറഞ്ഞാൽ പ്രിൻസിപ്പൽ അവിടെ ഏറ്റവും കൂടുതൽ കാലം പ്രിൻസിപ്പളായിട്ടിരുന്ന ആളുടെ ഫോട്ടോ അവിടെ ഉണ്ട്. അച്ഛൻ അതേ കോളേജിൽ അച്ഛൻ ആക്ച്വലി ഹിന്ദിയാണ് ലാസ്റ്റ് ഹിന്ദി ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു. അച്ഛൻ കേരള ഹിന്ദി സാഹിത്യ അക്കാദമിയുടെ ഫൗണ്ടർ ചെയർമാൻ ആയിരുന്നു. അപ്പോൾ അദ്ദേഹം 99 വയസ്സിലാണ് അദ്ദേഹം മരിക്കണത്. അതുവരെയും അദ്ദേഹം തന്നെയായിരുന്നു അതിൻ്റെ ഫൗണ്ടർ ചെയർമാനായിട്ട്. അത് അത്രയും കാലം നോക്കിട്ടോ എന്നെ അതിനു വേണ്ടി അച്ഛൻ ായിരുന്നു. ഹിന്ദി തന്നെ പഠിക്കണം. അതുകൊണ്ടാണ് ഹിന്ദി MA യൂണിവേഴ്സിറ്റി കോളേജിൽ ഹിന്ദി MAക്ക് തന്നെ പോകണം ഒക്കെ ആയിരുന്നു. പക്ഷെ അഭിനയിക്കാൻ വരുന്നു എന്ന് പറഞ്ഞപ്പോ എന്ത് പറഞ്ഞു? ഒരു സമയം കഴിഞ്ഞപ്പോ പിന്നെ അക്സെപ്റ്റ് ചെയ്തല്ലേ പറ്റുള്ളൂ. അച്ഛന് സിനിമ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഒരുവിധം എൻ്റെ അച്ഛനുള്ള വരെയുള്ള എല്ലാ സിനിമയും അച്ഛൻ കണ്ടിട്ടുണ്ട്.
ഞാൻ അതേമാതിരി ചേട്ടൻ സി ശരത്ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റ് ആയിരുന്നു. ഒരുപാട് ഓൾട്ടർനേറ്റീവ് സിനിമകൾ, ഡോക്യുമെൻ്ററി ഫിലിംസ് ഉണ്ടാക്കി. അത് ഉണ്ടാക്കുക മാത്രമല്ല, നിർമ്മിക്കുക മാത്രമല്ല, അതും കൊണ്ട് നടന്ന് റോഡിൽ പോയി ഓരോ ഗ്രാമത്തിൽ ചെന്ന് ജനങ്ങളെ അത് കാണിച്ച് ഇപ്പോൾ അത് വളരെ പ്രസക്തമാണ് ശരിക്കും. ആ കാലത്ത് ചെയ്തിരുന്ന വർക്ക് പലതും ഇപ്പോൾ ഈ വെസ്റ്റേൺ ഗാർഡ്സിനെ പറ്റി, അതേമാതിരി വെള്ളത്തിൻ്റെ ആവശ്യകതയും വെള്ളം ശ്രദ്ധിക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ, അങ്ങനെ എല്ലാം സോഷ്യൽ ഇതായിട്ടുള്ള സബ്ജക്റ്റുകളും അങ്ങനത്തെ ചെയ്ത് നടന്നിരുന്ന ആളാണ്. ഒരുപാട് ബന്ധപ്പെട്ട തന്നെയായിരുന്നു. എൻവയൺമെൻ്റൽ ആക്ടിവിസ്റ്റ് ആയിരുന്നു. ഒരുപാട് അവാർഡുകളൊക്കെ കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതിപ്പോൾ അദ്ദേഹം ഒരു ട്രെയിൻ ആക്സിഡൻറ്റിൽ 2010 മരിച്ചുപോയി. പക്ഷേ അദ്ദേഹത്തിൻ്റെ വർക്കുകൾ ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഒരു 30-40 ഡോക്യുമെൻ്ററീസ് എങ്കിലും ചെയ്തിട്ടുണ്ട്. മുംബൈ ഡോക്യുമെൻ്ററി ഫിലിം ഫെസ്റ്റിവലിൽ അവാർഡൊക്കെ കിട്ടിയിട്ടുള്ള, പക്ഷെ എല്ലാം സോഷ്യൽ റിലേറ്റഡ് സബ്ജക്ട്സ് ആയിരിക്കും. അങ്ങനത്തെ ഒരു മനുഷ്യസ്നേഹിയായിരുന്നു. അപ്പോൾ വീട്ടിൽ ഇങ്ങനെ ഒരുപാട് ആൾക്കാർ സിനിമയുമായിട്ടും എഡ്യൂക്കേഷൻ റിലേറ്റഡുമായിട്ടും ഉണ്ടായിരുന്നു എന്ന് പറയാം. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി.